ഹലോ വെൽക്കം ബാക്ക് ടു ആമീസ് ക്രിയേഷൻ. അപ്പോൾ ഇത് ഇന്ന് നവംബർ 14 ശിശുദിനമാണ്. അപ്പോൾ ആമിയുടെ സ്കൂളിൽ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യലായിട്ട് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്തു. അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ മാഡം ബിക്കാജി ഗാമി ആക്കാം എന്നാണ് എനിക്ക് തോന്നിയത്. ആദ്യമായിട്ട് വിദേശത്ത് പോയിട്ട് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉയർത്തിയ വനിതയാണ് മാഡം ബിക്കാജി ഗാമ. അപ്പോൾ ആമി പറഞ്ഞു ഝാൻസി റാണി ആവാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് ആവാമെന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ ഭഗത് സിംഗ് ആവാമെന്നും അവൾ പറഞ്ഞു. ഈ 3 ഐഡിയയാണ് ആമി പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് ആവണതാണ്, എല്ലാവർക്കും അറിയണ ഫ്രീഡം ഫൈറ്റേഴ്സാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആരും അറിയാത്ത എന്നാൽ ഇന്ത്യക്ക് വേണ്ടി നന്നായി പോരാടിയിട്ടുള്ള ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ മാഡം ബിക്കാജി ഗാമയിലെത്തിയത്. അപ്പോൾ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ബിക്കാജി ഗാമയുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് വൈറ്റ് കളറ് ബ്ലൗസും അതുപോലെ തന്നെ ബ്ലൂ കളറ് സാരിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കൊണ്ട് ഞാൻ ഇതേ വൈറ്റ് കളറ് ബ്ലൗസ് തയ്പ്പിച്ചു. ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ഒരു ഫ്രോക്ക് പോലെയാണ് ഈ മെറ്റീരിയൽ തയ്പ്പിച്ചത്. ഹെയർ പിന്നെ വരുന്നത് നമ്മൾ വട വെച്ചിട്ട് കെട്ടിയത്. അപ്പം മുടി അഴിച്ചിട്ടിട്ടല്ല കെട്ടി വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതേ ഇങ്ങനെ കെട്ടി. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കുക്കൂനെയും ഒക്കെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ആമീനെയും മേക്കപ്പ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. ആമിക്ക് 7:30 ആകുമ്പോഴത്തേനും സ്കൂളിലേക്ക് പോകണം. 8:30 അവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 7:30 ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ആമിക്ക് പിന്നെ ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ അത് കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബിക്കാജി ഗാമയ്ക്ക് അധികം മേക്കപ്പ് ഒന്നുമില്ല. അപ്പോൾ അത് കാരണം മുഖത്തത്തെ പണി നമുക്ക് വളരെ എളുപ്പം തന്നെ കഴിഞ്ഞു. അപ്പോൾ ഫൗണ്ടേഷനും അതുപോലെ തന്നെ കോമ്പാക്റ്റൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് പൗഡറൊക്കെ ഇട്ടു കേട്ടോ. ആമിയുടെ ഡാൻസിൻ്റെ പ്രൊഡക്ട്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഒന്നും പുതിയതായിട്ട് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം സൂക്ഷിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കു അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കണുണ്ട് കേട്ടോ. അവൾക്കും അതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ കുറേ നേരം മാറ്റി നിർത്തിക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളിതേ വന്നു തുടങ്ങി. കുക്കു എന്നെ ആമിക്ക് എല്ലാ മേക്കപ്പും ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ അച്ഛന് മേക്കപ്പ് ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് നിന്നു. അപ്പം ഞാൻ പറഞ്ഞു ആമിയുടെ കഴിഞ്ഞിട്ട് കുക്കുവിന് ചെയ്യാമെന്ന്. സൂപ്പറാട്ടാ. യോ മുഖത്തെ മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളിതേ നേരെ സാരി എടുക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബ്ലൂ കളർ സാരി ഉണ്ടായിരുന്നു. യൂട്യൂബിൽ നോക്കിയപ്പോൾ സാരിയിൽ വർക്കൊന്നും ഇല്ലാത്തൊരു പ്ലെയിൻ കളർ സാരിയാണ്. പക്ഷെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാരിയിൽ ഒരു ഗോൾഡൻ കളർ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പാഴ്സി മോഡലാണ് നമുക്ക് സാരി ഉടുക്കേണ്ടത്. അപ്പോൾ ഞാനതെങ്ങനെ ഉടുക്കുക എന്നുള്ളതൊക്കെ നെറ്റിലൊന്ന് സെർച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഉടുത്തിരിക്കുന്നത്. കുറേ സൂചിയും അതുപോലെ തന്നെ സ്ലൈഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ സാരി ഉടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പാഴ്സി മോഡൽ സാരി മോൾക്ക് ഉടുപ്പിച്ച് കൊടുക്കുന്നത്. ബിക്കാജി ഗാമയുടെ കോസ്റ്റ്യൂം അപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാഷണൽ ഫ്ലാഗ് ആണ് കേട്ടോ. നമ്മുടെ ഈ 3 വർണ്ണ പതാകയുടെ മുന്നേ ആദ്യമായിട്ട് ആൾ വിദേശത്ത് പോയിട്ട് ഉയർത്തിയ പതാക ത്രിവർണ്ണ പതാകയല്ല, അത് വന്ദേ മാതരം എന്ന് എഴുതിയിട്ടും അതുപോലെ തന്നെ നിറയെ താമരകളും ഒക്കെയുള്ളൊരു ദേശീയ പതാകയാണ് ആദ്യമായിട്ട് ബിക്കാജി ഗാമ ഉയർത്തിയത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്നലെ തന്നെ ലേസർ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ 2 സ്ട്രോയൊക്കെ വെച്ചിട്ട് നമ്മളത് ഒരു ഫ്ലാഗായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ വീട്ടിൽ നിന്ന് സാരി ഉടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോളെയും കൊണ്ടിട്ട് നേരെ സ്കൂളിലേക്ക് പോയി. സ്കൂളിൽ ചെന്നപ്പോൾ എല്ലാ കുട്ടികളും നല്ല ഭംഗിയിൽ തന്നെ ഫാൻസി ഡ്രസ്സിന് പങ്കെടുക്കാനായിട്ട് ഒരുങ്ങി തയ്യാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ ഝാൻസി റാണിമാരും അതുപോലെ തന്നെ നെഹ്റുമാണ് ഉണ്ടായിരുന്നത്. और भारत हमारी माता है। ये स्वातंत्र
सब कुछ बलिदान कर देखो भाई मैडम जिज्ञासी जामा धन्यवाद. എല്ലാ കുട്ടികളും നന്നായിട്ട് തന്നെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പേര് 2D എന്നാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ബൈ.